നോയമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നതോടെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുവാൻ നേർപ്പാത പരിശുദ്ധാത്മാവ് കാണിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ വേദപഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെശയ്യാവ് 59-ാം അധ്യായം 1-ാം വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. പ്രാർത്ഥന കേൾക്കുകയും യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തിൽ നിന്ന് ജഡത്തിൻ്റെ സ്വഭാവത്താൽ പ്രകൃത്യ മനുഷ്യൻ അകന്നു പോകുന്നു. വീണ്ടും ദൈവത്തോടുള്ള ആ മധുര സമ്പർക്കം ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കുവാൻ, ഫലകരമാക്കുവാൻ ഈ നോയമ്പ് കാലത്തിലെ നമ്മുടെ ജീവിത ത്യാഗങ്ങൾ, പഠനങ്ങൾ, നമ്മുടെ ജീവിത രീതിയെ ശുദ്ധീകരിക്കുന്നത്, ഇവയൊക്കെയും സഹായകരമാകുവാൻ ദൈവം നമ്മെ സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഇന്ന് സമാധാനം ഇല്ലായ്മ, അസമാധാനം എല്ലായിടത്തും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിശുദ്ധ ആരാധനകളെപ്പോലും കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മുടെ ചുറ്റും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. സമാധാനം കണ്ടെത്തുന്ന ഭവനങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എവിടെയും അസമാധാനം. സമാധാനത്തിൻ്റെ വഴി അറിയാത്ത ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഈ തലമുറയുടെ നടുവിൽ നമുക്ക് ഈ തലമുറയോട് എന്താണ് പറയുവാനുള്ളത്? സമാധാനത്തിൻ്റെ വഴി ദൈവം നമുക്ക് കാണിച്ചു തരേണ്ടതിനായി തിരുവചനത്തിൽ എല്ലാ കാര്യങ്ങളെയും നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും, പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അണലിമുട്ട പൊരുന്നുക. ആധുനിക സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അണലി മുട്ടയിടുകയല്ല, അണലി പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പ്രതീകാത്മകമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നാം പാപത്തിലേക്ക് പോകുമ്പോൾ, ചായുമ്പോൾ, പാപ വഴികളെ പിന്തുടരുമ്പോൾ നാം അണലിമുട്ട പൊരുന്നത് പോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ ദിനം പ്രതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുട്ട പൊരുന്നുക എന്നുള്ള ഒരു സത്യം നമുക്കൊക്കെയും പരിചിതമായൊരു കാഴ്ചയാണ്. നാട്ടിൻപുറങ്ങളിൽ എല്ലാ കാലത്തും കോഴിമുട്ട പൊരുന്നത് നമുക്കൊക്കെയും പരിചിതമായ കാര്യങ്ങളാണ്. തള്ളക്കോഴിയുടെ കീഴിൽ മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ദിവസങ്ങളോളം തള്ളക്കോഴി പട്ടിണി സഹിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട് ഈ മുട്ട ഒരുന്നതിനു വേണ്ടി അതിൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്, കുഞ്ഞുങ്ങൾ പുറത്തു വരണം. ആ ദിവസം തോറും തള്ളക്കോഴി ക്ഷീണിച്ച് വരും. അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു വരും. ഒരു പൊരുന്ന കോഴിയെ പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അതിനൊട്ടും വെയിറ്റില്ല, അതിന് മാംസം നഷ്ടപ്പെട്ടു പോവുകയാണ്. പട്ടിണി കൊണ്ട് അതിന് മാംസവും ബലവും ക്ഷയിക്കുന്നു. മുട്ട പൊരുന്നുമ്പോൾ തള്ളക്കോഴിയുടെ ലക്ഷ്യം പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിലാണ്. ആ കുഞ്ഞുങ്ങളെ അവർ മച്ചുറാകുന്നതുവരെ സംരക്ഷിക്കുവാൻ ആ തള്ളക്കോഴിയുടെ ശരീരത്തിൻ്റെ ഭാരം കുറച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് രക്ഷയുള്ളൂ. കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുന്ന വലുതിനെയും മറ്റും പറന്ന് പിന്തുടരണമെങ്കിൽ തള്ളക്കോഴിക്ക് വലിയ വെയിറ്റ് ഉണ്ടെങ്കിൽ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രകൃതി തന്നെ കനിഞ്ഞ്
തള്ളക്കോഴിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മുട്ട പൊരുന്നുമ്പോൾ പട്ടിണിയായിരിക്കുക എന്നുള്ളത്. അതുപോലെ മനുഷ്യൻ വികാരങ്ങളെ പൊരുന്നവരാണ്. അണലിമുട്ട പൊരുന്നുക. അണലിമുട്ടയ്ക്കകത്ത് ഉഗ്രവിഷമുള്ള അണലി കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അണലിക്ക് മുട്ടയില്ല എന്നുള്ളത് സത്യം. പ്രതീകാത്മകമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മുട്ട പൊരുന്നുമ്പോൾ തള്ള അണലിപ്പാമ്പ് ദിനം പ്രതി ക്ഷീണിച്ച് വരും. ഏതാണ്ട് 60-120 ദിവസമൊക്കെ ഒരു അണലിമുട്ട, പാമ്പിൻ്റെ മുട്ട വിരിയുവാൻ സമയമെടുക്കുമെന്ന് ആധുനിക ജ്ഞാനം നമ്മെ പഠിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾ വഴി നാം പഠിക്കുന്നു. ആ 120 ദിവസമൊക്കെ അറും പട്ടിണിയിരിക്കുന്ന പാമ്പ് ഉഗ്രവിഷമുള്ളതായിത്തീരുന്നു. വലിയ പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. ഒന്നിനോടും സമാധാനത്തോടെ പെരുമാറുവാൻ, സമീപിക്കുവാൻ ആ ഉഗ്രവിഷമുള്ള പാമ്പിന് സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ ദൈവത്തിന് നിരക്കാത്തതായ, മാനുഷിക ബന്ധങ്ങൾക്ക് നിരക്കാത്തതായ, മാനുഷിക ബന്ധങ്ങളെ വളർത്തുവാൻ സഹായമല്ലാത്ത എത്ര ദുർവികാരങ്ങളാകുന്നു നമ്മുടെ ഉള്ളിൽ നാം വെച്ച് പൊരുന്നത്. അതുകൊണ്ട് പല അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ നമ്മുടെ ജീവിതത്തിലെ കോപം നീക്കിക്കളയണം. വെച്ച് പൊരുന്നാനുള്ളതല്ല ദുർവികാരങ്ങൾ, നമ്മുടെ മനസ്സിൽ വെച്ച് വളർത്തുവാനുള്ളതല്ല നമ്മുടെ ദുഷ്ട മനസ്സുകൾ. അവയെ വിശുദ്ധമാക്കി ദൈവത്തോട് ചേരുവാൻ നമ്മുടെ ഊർജം നഷ്ടപ്പെടാതെ, തള്ളക്കോഴിയുടെ ഊർജം ദിനംപ്രതി നഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ ഊർജം, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ഊർജം നഷ്ടപ്പെടാതെ അനുദിനം നമ്മുടെ ശക്തി പ്രാപിക്കുവാൻ, നമ്മുടെ ദുർവികാരങ്ങളെ അടക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്, അണലിമുട്ട പൊരുന്നുക, ചിലന്തി വല നെയ്യുകയും ചെയ്യും. ചിലന്തി വല ഒരു ചിലന്തിക്ക് തീറ്റി ശേഖരിക്കുവാനുള്ള ഒരു ഉപാധി. എത്ര പ്രാവശ്യം പൊട്ടിയാലും വീണ്ടും ചിലന്തി വല പൂർത്തിയാകുന്നതുവരെ ചിലന്തി ക്ഷമയോടെ വീണ്ടും പ്രയത്നിക്കുന്നത് കാണാം. പക്ഷേ ആ ചിലന്തിയുടെ വലയിൽ എന്താണ് അകപ്പെടുന്നത്? നിസ്സാര ജീവികൾ, ചെറിയ കൊതുകോ അതുപോലെയുള്ള ജീവികളെ മാത്രം. എന്നാൽ ശക്തികളൊരു കരിവണ്ടിനെ ഈ ചിലന്തി വലയിൽ പിടിക്കുവാൻ ഇന്നും സാധിക്കുന്നില്ല. ആ വല ഭേദിച്ച് വണ്ട് അതിൻ്റെ വഴിക്ക് പോകും. അതുപോലെ നമ്മുടെ ദുർവികാരങ്ങൾ, ബലഹീനമായ വികാരങ്ങൾ, നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ ജീവിതത്തെ മലീമസമാക്കാതെ ശക്തിയുള്ള വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ നമുക്ക് ദൈവത്തെ അനുവദിക്കാം. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വാഴയണമേ, നീ രാജാവായി വാഴയണമേ. ദുർവികാരങ്ങളെ ഊട്ടി വളർത്തി എൻ്റെ ജീവിതം നാശത്തിലേക്ക് പോകാതെ, എൻ്റെ സമൂഹം നാശത്തിലേക്ക് പോകാതെ, എൻ്റെ തലമുറ നാശത്തിലേക്ക് പോകാതെ സമാധാന മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം നമുക്ക് ആരംഭിക്കാം.